നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കലയും സാഹിത്യവും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു എ പി കുഞ്ഞിക്കണ്ണനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാള കലാഗ്രാമത്തിൽ എ പി കുഞ്ഞിക്കണ്ണന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കേണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചതാണെന്ന് കൂത്തുപറമ്പ് മണ്ഡലം MLA കെ പി മോഹനൻ. കൂത്തുപറമ്പിൽ ഇക്കുറിയും വിജയം ആവർത്തിക്കുമെന്നും MLA. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിരോധിത പുകയില ഉൽപ്പന്നവേട്ട. 2 മറുനാടൻ തൊഴിലാളികൾ അറസ്റ്റിൽ. നിർത്തലാക്കിയ കാരുണ്യ ലോട്ടറി പുനഃസ്ഥാപിക്കണമെന്ന് പൊതുപ്രവർത്തകൻ രഘുനാഥ്. ലോട്ടറി നിർത്തലാക്കിയതോടെ സാധാരണക്കാർക്ക് ലഭ്യമായിരുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾ കിട്ടാതായെന്നും രഘുനാഥ്. വാർത്തകൾ വിശദമായി. ഉത്തര കേരളത്തിലെ പ്രമുഖ കലാസ്ഥാപനമായ മാഹി മലയാള കലാഗ്രാമത്തിന്റെ സ്ഥാപകനും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ എ പി കുഞ്ഞിക്കണ്ണന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ മലയാള കലാഗ്രാമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്തു. കലയും സാഹിത്യവും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എ പി കുഞ്ഞിക്കണ്ണനെന്നും അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹം മലയാള കലാഗ്രാമം സ്ഥാപിച്ചതെന്നും പിണറായി പറഞ്ഞു. സ്നേഹവാത്സല്യങ്ങൾ വലിയ തോതിൽ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. നേരിട്ട് കാണാതിരിക്കുമ്പോഴും എപ്പോഴും ഒരു പ്രത്യേക കരുതലും സ്നേഹവും അദ്ദേഹം പുലർത്തിക്കൊണ്ടിരുന്നു. എല്ലാ കാലയളവിലും അദ്ദേഹത്തിൻ്റെ മാമ്പഴത്തൂപ്പിലുണ്ടാക്കുന്ന മാങ്ങകൾ അത് തിരുവനന്തപുരത്തായാലും കണ്ണൂരായാലും കൃത്യമായി എത്തിക്കുന്ന കുഞ്ഞിക്കണ്ണാട്ടൻ ഒരു ഏത് തരത്തിൽ സ്നേഹം പങ്കിടുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. നമ്മുടെ നാടിനെ ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യബന്ധങ്ങളെയും കലാരൂപങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പ്രതിമ അനാച്ഛാദനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ആകർഷണ കേന്ദ്രമായിരുന്നു മനുഷ്യസ്നേഹിയായ എ പി കുഞ്ഞിക്കണ്ണെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മനുഷ്യത്വത്തെ ഉണർത്താനുള്ള പ്രകടശക്തിയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരുടെ മക്കളെ കലാകായിക സാഹിത്യരംഗത്ത് കൈപിടിച്ചുയർത്താനാണ് കലാഗ്രാമം സ്ഥാപിച്ചത്. മതനിരപേക്ഷതയുടെയും സഹോദരത്തിന്റെയും സന്ദേശവാഹകനായിരുന്നു അദ്ദേഹം. മതവർഗീയ ശക്തികൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ കലയിലും സാഹിത്യത്തിലും അഭിരമിക്കുന്നവർക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക വിനിമയത്തിന് നമുക്ക് സാധിക്കണം. വിദ്വേഷവും വെറുപ്പും ഇല്ലാതാക്കാൻ കലയും സാഹിത്യവും കൊണ്ട് സാധ്യതമാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഭേദ്യമായ ബന്ധം പുലർത്തുന്ന മലയാള കലാഗ്രാമത്തിൽ പ്രതിമ സ്ഥാപിക്കാനായതിൽ എല്ലാ രീതിയിലും ഔചിത്യ ഭംഗിയുണ്ട്. കലാസ്വാദകൻ, സംരംഭകൻ, നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ പിൻപറ്റിയ വ്യക്തിത്വം, അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങളാണ് എ പി കുഞ്ഞിക്കണ്ണനെ തേടിയെത്തുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിലും മലയാള കലാഗ്രാമത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിലാകും അദ്ദേഹം പൊതുസമൂഹത്തിൽ സുപരിചിതനായിരിക്കുന്നത്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷനായി. എ പി കുഞ്ഞിക്കണ്ണന്റെ ആത്മമിത്രം കഥാകാരൻ ടി പത്മനാഭൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ചിത്രകാരൻ കെ മാരാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ, കലാഗ്രാമം മാനേജിംഗ് ട്രസ്റ്റി എ ബാലൻ, ശില്പി എൻ മനോജ് കുമാർ, സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ എ പി ശ്രീധരൻ,
ജനറൽ കൺവീനർ അസീസ് മാഹി തുടങ്ങിയവർ പ്രസംഗിച്ചു. ശില്പി എൻ മനോജ് കുമാറിനെ ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കേണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചതാണെന്ന് കൂത്തുപറമ്പ് മണ്ഡലം MLA KP മോഹനൻ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ കൗൺസിൽ യോഗം വിളിച്ച് കൗൺസിലിലെ ആളുകളെ കൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ പല അഭിപ്രായത്തിലും നേരിട്ടല്ലാതെയും ചില അഭിപ്രായങ്ങൾ വന്നത് ഞാൻ മത്സരിക്കരുത് എന്ന അഭിപ്രായം തന്നെ കൗൺസിൽ യോഗത്തിൽ വന്നു. ഞാൻ എന്തായാലും അതിനു മുമ്പേ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി തന്നെ ഏകദേശമുള്ള തീരുമാനമെടുത്തിരുന്നു മത്സരിക്കുന്നില്ല എന്ന്. അന്നത് അവിടെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അത് വാർത്തയായപ്പോഴാണ് പലരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയത്, അതെന്താ അങ്ങനെ. ഞാൻ പറഞ്ഞു അത് നമുക്ക് പിന്നെ പറയാം, എന്തായാലും ഞാൻ മത്സര രംഗത്തില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടും അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. മന്ത്രിയായപ്പോഴും അത് MLA ആയപ്പോഴും ഒക്കെ തന്നെ നാട്ടിലെ വികസനവും നാട്ടിലെ പ്രവർത്തനവും നാട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ തന്നെ വികസന രംഗത്തും ഒക്കെ തന്നെ പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോയ ഒരാളാണ് ഞാൻ. അതിൽ എല്ലാ രീതിയിലും എനിക്ക് ആണെങ്കിൽ മറ്റുള്ളവരൊക്കെ തന്നെ വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് ഇങ്ങോട്ടും പെരുമാറിയത്. അതോടൊപ്പം തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അങ്ങോട്ടും പെരുമാറിയത്. പിന്നെ ഉള്ളത് ഞാനീ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഏട്ടൻ്റെ ആഗ്രഹമാണ് സാധിപ്പിച്ചു കൊടുത്തത്. നേരിട്ട് പറഞ്ഞാലുണ്ടാകുന്ന വിഷമം കൊണ്ടാണ് നേരിട്ട് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് മനസ്സിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാലൊരു ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ മനസ്സിൽ നിന്നൊരു ഘനം കഴിക്കുക എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലൊരു യോഗം പത്രസമ്മേളനം വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിർത്തലാക്കിയ കാരുണ്യ ലോട്ടറി പുനഃസ്ഥാപിക്കണമെന്ന് പൊതുപ്രവർത്തകൻ രഘുനാഥ്. നാടിനാകെ ഉപകാരപ്പെടുന്ന കാരുണ്യ ഭാഗ്യക്കുറി അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും ഇതിനായി അടുത്ത അധികാരത്തിൽ വരുന്ന സർക്കാരിനോട് തിരുവനന്തപുരത്തെത്തി അപേക്ഷിക്കുമെന്നും പൊതുപ്രവർത്തകൻ കൊളശ്ശേരി വാവാച്ചിമുക്ക് സ്വദേശി KM രഘുനാഥ് തലശ്ശേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യ ലോട്ടറി നിർത്തലാക്കിയതോടെ കാരുണ്യ പദ്ധതിയിൽ സാധാരണക്കാർക്ക് ലഭ്യമായിരുന്ന ചികിത്സാ ആനുകൂല്യങ്ങളും കിട്ടാതായി. ധനമന്ത്രി KM മാണി മുൻകൈയെടുത്ത് കഴിഞ്ഞ UDF സർക്കാരാണ് പൊതുനന്മ ലക്ഷ്യമിട്ട് കാരുണ്യ ലോട്ടറി നടപ്പാക്കിയത്. കാരുണ്യ ലോട്ടറിയെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെപ്പോലുള്ള ആയിരങ്ങൾ നിത്യച്ചിലവിൽ നിന്നും ഒരു തുക മാറ്റിവെച്ച് ലോട്ടറി ടിക്കറ്റ് എടുത്തിരുന്നതായും രഘുനാഥ് പറഞ്ഞു. പുതുതായി വരുന്ന സർക്കാർ കാരുണ്യ ലോട്ടറി പുനഃസ്ഥാപിച്ച് പൊതുജനത്തിന് ആശ്വാസം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ കാരുണ്യ ഭാഗ്യക്കുറി അത് UDFന്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന ഒരു നല്ലൊരു പദ്ധതിയായിരുന്നത്. ആ കാരുണ്യ LDF സർക്കാർ അത് നിർത്തലാക്കി. ഇപ്പോൾ അത് വളരെ ഒന്നുമില്ല, ഒരു പരാജയമാണത്. ഇനിയിപ്പോൾ ഇതാ 4-ാം തീയതി പുതിയ മന്ത്രിസഭ ഇത് വരും, വീണ്ടും ഇത് കൊണ്ടുവരണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ പഴയ ഇത് കാരണം നമ്മളെ ലോട്ടറി വരേണ്ടിയിട്ടല്ല, 50 റുപ്യ ഒരു ടിക്കറ്റ് ഇങ്ങനെ എടുക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. എന്നെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ എടുത്ത് അത് വൻ വിജയമായി. പക്ഷേ LDF സർക്കാർ അത് നിർത്തിക്കളഞ്ഞ്. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി വളരെ ഒന്ന് പരാജയമാണത്. കാരണം നമ്മളൊരു കൊല്ലത്തിൽ 600 റുപ്യ ഇതിനായിട്ട് മാറ്റി വെക്കുക, ലോട്ടറി വരേണ്ടിയിട്ടല്ല. ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പിടികൂടി. 2 മറുനാടൻ തൊഴിലാളികൾ അറസ്റ്റിൽ. പിടിയിലായത് നഗരത്തിലെ സ്ഥിരം ലഹരി ഇടപാടുകാർ. ഇരുവരും കുടുങ്ങിയത് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ സന്ദർഭോചിത ഇടപെടലിൽ. ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന നിരോധിത ഉൽപ്പന്ന ശേഖരവുമായാണ് 2 മർദ്ദന തൊഴിലാളികൾ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ഉത്തർപ്രദേശ് അസാംഗർ സ്വദേശികളായ നഹയ്യ ശങ്കർ, കരൺ ശങ്കർ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും പാൻപരാഗ്, ഹാൻസ്, സ്വാഗത് തുടങ്ങി വിവിധ പേരുകളിലുള്ള 10,000-ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. തൊഴിലാളികൾ എന്ന വ്യാജേന 3 വലിയ പെയിന്റ് ബക്കറ്റുകളിലും ഷോൾഡർ ബാഗിലും നിറച്ചാണ് ഏതാണ്ട് 2 ലക്ഷം രൂപ വില മതിക്കുന്ന പുകയില പാക്കറ്റുകൾ ഇരുവരും കടത്തിക്കൊണ്ടുവന്നത്. അറസ്റ്റിലായ 2 പേരും സ്ഥിരം ലഹരി കച്ചവടക്കാരാണെന്ന് വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ വിലങ്ങലിന് ലഭിച്ച
രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. തലശ്ശേരി RPF ഇൻസ്പെക്ടർ മനോജ് കുമാർ സേനാംഗങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയാണ് ഇവരെ പിടികൂടിയത്. സ്കൂൾ തുറക്കാനുള്ള സമയമായതുകൊണ്ട് സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് കിട്ടിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതേമാതിരി തന്നെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗവും അതേമാതിരി തന്നെ റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് 2 അതിഥി തൊഴിലാളികളെ പെയിൻറ് തൊഴിലാളികൾ എന്നുള്ള വ്യാജേന പെയിൻറ് ബക്കറ്റിൽ നിറച്ച രീതിയിലും അതേമാതിരി തന്നെ ബാഗിൽ നിറച്ച രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഇന്ന് രാവിലെ 9:30 മണിക്ക് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടിയിരിക്കുകയാണ്. RPFൻ്റെ നേതൃത്വത്തിലാണ് അവരെ പിടികൂടിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഇവരെ നിയമാനുസൃത പിഴ ഈടാക്കി ഈ സാധനങ്ങൾ നശിപ്പിക്കുന്ന ഈ ഇതിലോട്ടാണ് കിടക്കാറുള്ളത്. ഏകദേശം ഇത് 2 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഇവരിപ്പോൾ വാങ്ങിച്ചു വന്നിരിക്കുന്നത്. അത് ഇവിടെ ഇപ്പം വിൽപ്പന കരിഞ്ചന്ത വിൽപ്പനമാണല്ലോ, 100 രൂപ 150 രൂപ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പാക്കറ്റിന് വിൽക്കുന്ന ആവശ്യക്കാരുടെ ഇതുമാണ്. അപ്പോൾ ഏകദേശം നമ്മൾ സ്കൂൾ തുറക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഇവർ എത്തിച്ചിരിക്കുന്നത്. അതേമാതിരി തന്നെ ഇത് ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് വ്യാപകമായ പരാതിയുണ്ട്. ഇതിനു മുമ്പേയും ഇയാളെ ഇങ്ങനെ ഒരു കേസിൽ പിടിച്ചിട്ടുള്ളതാണ്, ഫൈൻ ഈടാക്കിയിട്ടുള്ളത്. ഇരുവരിൽ നിന്നും 5000 രൂപ വീതം പിഴ ഈടാക്കി. RPF സേനാംഗങ്ങളായ വിഷ്ണുരാജ്, ശ്രീരഞ്ജ് എന്നിവരും പരിശോധനയിൽ സംബന്ധിച്ചു. വായനാ ചാലഞ്ച് വൻ വിജയമാക്കണമെന്ന് തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഗമം ആവശ്യപ്പെട്ടു. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഗമം റെപ്കോ ചെയർമാൻ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സു നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം എന്ന സന്ദേശമുയർത്തി തലശ്ശേരി താലൂക്ക് കൗൺസിൽ വേനലവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന വായനാ ചലഞ്ച് വൻ വിജയമാക്കണമെന്ന് തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഗമം ആവശ്യപ്പെട്ടു. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഗമം നടന്നത്. റെപ്കോ ചെയർമാൻ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാലകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ നവോത്ഥാനം ഉഴുതുമറിച്ച മണ്ണിലാണ് നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും സാമൂഹ്യ ജീവിതത്തെ ഉഴുതുമറിക്കാൻ പാകത്തിലുള്ള വായനശാലാ പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്ര മുഖേരി അധ്യക്ഷനായി. സംസ്ഥാന പദ്ധതി രേഖ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാറും ജില്ലാ പദ്ധതി രേഖ ജില്ലാ സെക്രട്ടറി PK വിജയനും 2025-2026 വർഷത്തെ താലൂക്കിന്റെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും തലശ്ശേരി താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപനും അവതരിപ്പിച്ചു. 2026-2027 വർഷത്തെ ബജറ്റ് താലൂക്ക് വൈസ് പ്രസിഡന്റ് NV രമേശനും അവതരിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ മുകുന്ദൻ മഠത്തിൽ, K കരുണാകരൻ, ഡോക്ടർ സുധാ അഴീക്കോട്, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി N സുധൻ, എക്സിക്യൂട്ടീവ് അംഗം U ബ്രിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. താലൂക്കിലെ അഭിലേഷ് നടത്തിയ വായനശാലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 2 വീതം കൗൺസിലർമാരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പാനൂരിലെ പ്രമുഖ ചിത്രകാരനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും സാഹിത്യകാരനുമായ അനിരുദ്ധൻ എട്ടുവീട്ടിൽ എഴുതിയ തദൻ എന്ന നോവലിന്റെ പ്രകാശനം പാനൂരിൽ നടന്നു. സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢമായ ചടങ്ങിലാണ് പ്രകാശനം നടന്നത്. രാജ്യസഭാ MP ഡോക്ടർ V ശിവദാസൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. പുഗാസ സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ പുസ്തകം ഏറ്റുവാങ്ങി. എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന ചോദ്യത്തിന് അത് ഒരേ സമയം അച്ഛനെയും മകനെയും സംബോധന ചെയ്യാൻ സാധ്യമാകുന്ന ഒരു പദമാണ്. അത്തരത്തിലൊരു പദം തൻ്റെ നോവലിൻ്റെ പേരായി സ്വീകരിച്ച് ഒരാൾ ഒരു പുസ്തകം എഴുതുമ്പോൾ അത് സാമൂഹ്യ യാഥാർത്ഥ്യത്തെ മാത്രമല്ല സമൂഹത്തിൻ്റെ സങ്കീർണതകളെ കൂടി പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമായി നമുക്ക് കാണാനാകും. ഈ പുസ്തകത്തിലൂടെ നോവലിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും ആ നോവൽ നമ്മുടെ സമൂഹത്തിലെ സങ്കീർണമായ മനുഷ്യബന്ധത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് പല നിലയിൽ കടന്നു പോവുകയാണ്. അച്ഛനും മകനും തമ്മിലുള്ള തീവ്രമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ തലത്തിൽ നിന്ന്, അമ്മയും മകനുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തിൻ്റെ തലത്തിൽ നിന്ന് മനുഷ്യബന്ധങ്ങൾ എങ്ങനെയെല്ലാമാണ് വഴിതെറ്റിയും നേർവഴിയിലും ഒക്കെയായി സഞ്ചരിക്കുക എന്നതിൻ്റെ അടയാളപ്പെടുത്തലുകൾ നമുക്കതിൽ കാണാൻ കഴിയുകയാണ്. ഒരു കാലഘട്ടത്തിലൂടെയാണ്
ഈ നോവൽ സഞ്ചരിക്കുന്നു. കാലഘട്ടം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും മനുഷ്യർ അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്ന ജമിത്വത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ജമിത്വത്തിനെതിരായി നടന്നിട്ടുള്ള സമരങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു നോവൽ. ആ നോവലിന്റെ സഞ്ചാരപഥത്തിൽ നാട്ടുപുറങ്ങളിലെ ചായക്കടകൾ എങ്ങനെയാണ് രാഷ്ട്രീയ ധർമ്മം നിർവഹിച്ചത് എന്നുള്ളതിലൂടെ കടന്നു പോവുകയാണ്. ഒരു കാലത്ത് രാഷ്ട്രീയ ചർച്ചകളുടെ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രങ്ങളായി നാട്ടുപുറങ്ങളിലെ ചായക്കടകൾ മാറിയിരുന്നു. കൂത്തുപറമ്പ് MLA KP മോഹനൻ ചടങ്ങിൽ അധ്യക്ഷനായി. അല്ലെങ്കിൽ ഏതായാലും കവിതയായാലും നോവലായാലും ഏത് വിധത്തിലുള്ളതായാലും അത് എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ ആന്തരികമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഓരോ വാചകവും വാക്കും പലപ്പോഴും നല്ല മൂർച്ചയുള്ളതും ചിലപ്പോൾ നമ്മളെ തന്നെ തിരിഞ്ഞു കടിക്കുന്നതുമാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഴയ കാലത്ത് ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും വീണ്ടും വായിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനും കാരണങ്ങൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ലൈബ്രറി കൗൺസിലൊക്കെ തന്നെ വായനാ ചാലഞ്ച് സംഘടിപ്പിച്ചു. പ്രശസ്ത കലാകാരനും സാംസ്കാരിക പ്രഭാഷകനുമായ A. യതീന്ദ്ര മാസ്റ്റർ പുസ്തക പരിചയം നടത്തി. P. ഹരീന്ദ്രൻ, PK പ്രവീൺ, ജ്യോതി കേളൂത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുഗാസ ജില്ലാ കമ്മിറ്റി അംഗവും സാഹിത്യകാരനുമായ Dr. TK അനിൽകുമാർ സ്വാഗതവും പുഗാസ ജില്ലാ കമ്മിറ്റി അംഗം TTK ശശി നന്ദിയും പറഞ്ഞു. നോവലിസ്റ്റും ചിത്രകാരനുമായ അനിരുദ്ധൻ എട്ടിവിട്ടിൽ മറുപടി പ്രസംഗം നടത്തി. നമ്മുടെ ജീവിത പരിസരത്തെ ജീവിച്ചു മരിച്ചവരുടെയും മൺമറഞ്ഞു പോയവരുടെയും നിശബ്ദവേദനയും ശക്തിയും സ്വാധീനവും ആവാഹിച്ച് അവരുടെ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ ധീര പോരാട്ടങ്ങളുടെ ആത്മഹത്യയെഴുതിയ തപൻ എന്ന നോവൽ വായനാ ലോകത്തിന് പുത്തൻ അനുഭവമായി മാറുന്ന കാര്യത്തിൽ സംശയമില്ല. ഏകാന്തതയിൽ സർഗാത്മകതയെ ചേർത്ത് പിടിച്ച് തകർന്ന ലോകശകലങ്ങൾ ശേഖരിച്ച് കഥകൾ, കവിതകൾ, ചിത്രകല, നോവൽ എന്നീ സങ്കേതങ്ങളിലൂടെ പ്രത്യാശയുടെ കിരണങ്ങൾ വിരിയിച്ച് നിശബ്ദമാക്കപ്പെട്ട നമ്മുടെ തലമുറയിൽ ശബ്ദങ്ങളുടെ അനുരണനങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അനിരുദ്ധൻ എട്ടിവിട്ടിൽ തതൻ എന്ന നോവലിലൂടെ ശ്രമിക്കുന്നത്. അതിജീവനത്തിന്റെയും പരിവർത്തനത്തിന്റെയും ഭൂതവർത്തമാന കാലങ്ങളെ സൂക്ഷ്മമായ നുഴകളാൽ ബന്ധിപ്പിക്കുന്ന നിഴലും നിലാവും നിറഞ്ഞതാണ് ഈ നോവൽ. എക്സിറ്റ് പോളുകളിൽ LDFന് ഭയമില്ലെന്നും ഇടതുമുന്നണി ഭരണാധികാരത്തിൽ തിരിച്ചുവരുമെന്നും RJD നാഷണൽ കമ്മിറ്റി അംഗം KP മോഹനൻ MLA പറഞ്ഞു. രാഷ്ട്രീയ യുവജനതാദൾ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ PR മന്ദിരം ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമുക്ക് താഴെ തട്ടിൽ ഇതിന്റെ കമ്മിറ്റികളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവരെയൊക്കെ തന്നെ പ്രവർത്തനം രംഗത്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ അവർ പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗമായി മാറ്റാൻ സാധിക്കും. അതായിരിക്കണം നമ്മൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളത് സാമൂഹിക നന്മയിൽ തിരിച്ചറിവുമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സാമൂഹിക നന്മ എന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ്. സമൂഹത്തിലുള്ള മറ്റുള്ളവരെ സഹായിക്കുക എന്നതിനേക്കാൾ ഉപരി അതിൽ കൂടുതലായിട്ട് അവരെയൊക്കെ തന്നെ നമ്മുടെ സോഷ്യലിസവുമായി ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. പേരുകൾ മാറിയിരിക്കുകയുള്ളൂ, തൊഴിലുകൾ മാറിയിരിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സുകളിലൊക്കെ തന്നെ ഞരമ്പുകളിലൊക്കെ തന്നെ ഓടുന്നത് സോഷ്യലിസ്റ്റ് ക്ഷേത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തി വളർന്നുകൊണ്ട് മുന്നോട്ട് പോകാനും പ്രവർത്തിക്കാനും കഴിയും. ഒരുപാട് ആളുകളുണ്ട് നല്ല പ്രവർത്തന ശൈലികൾ, അവർക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ തന്നെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതിനൊന്നും തന്നെ നേതൃനിരയിലുള്ളവർ മുന്നോട്ട് പോകും. അത് വലിയ പ്രശ്നം തന്നെയാണ്. നേതൃനിരയിലുള്ളവർ പറയാതെ ഞങ്ങളെങ്ങനെയായിരിക്കും ചെയ്യാം. ഇതൊക്കെ തന്നെയായിരിക്കും ഞാൻ പറയുമ്പോൾ എന്നോട് പോലും പറയുന്നത്. നേതൃനിരയിൽ അതൊന്നും പറയുന്നില്ലാതെ അതൊന്നും ചെയ്യുന്നില്ലാതെ ഞങ്ങളെങ്ങനെയാണ് ചെയ്യാം. പ്രാദേശിക തലത്തിൽ നമുക്ക് പ്രവർത്തനം ശക്തിപ്പെടുത്തണം. പ്രാദേശിക തലത്തിൽ നമുക്ക് നേതൃനിരയുണ്ടാവും. ഇതൊക്കെ തന്നെ ഉണ്ട്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചൊക്കെ പഴയ കാലത്തൊക്കെ തന്നെ ഒരുപാട് വൻ പേരുകളിലും മഞ്ഞൂരും അതുപോലെ തന്നെ കളിപ്പറമ്പും മട്ടന്നൂരും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഒറ്റപ്പെടുത്താൻ കൂടുതൽ ശക്തി കൊടുക്കുന്നത് അതേക്കാൾ കൂടി കൂടുതൽ. പാനൂർ PR മന്ദിരം ഹാളിലാണ് രാഷ്ട്രീയ യുവജനതാദൾ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സായന്ത് അധ്യക്ഷനായി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ണൂർ ജില്ലയെ പൂർവാധികം ശക്തിയോടുകൂടി അതിന്റെ സംഘടനാപരമായ എല്ലാ കാര്യങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട ശ്രമങ്ങളുണ്ടായിരുന്നു. അതിനായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ മാസം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഈ മെയ് മാസം 30 സംസ്ഥാനത്തുള്ള മുഴുവൻ ജില്ലാ കമ്മിറ്റികളും വിളിച്ചുകൊണ്ട് പുനഃസംഘടിപ്പിക്കേണ്ടതിൽ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് യുവജനതയ്ക്ക് പുതിയ ഊർജ്ജം പകരുന്ന തരത്തിലേക്ക് നമ്മുടെ കമ്മിറ്റിയെ മാറ്റിയെടുക്കാൻ വേണ്ട തീരുമാനമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് ഇത്തരത്തിലുള്ളൊരു കൺവെൻഷൻ വിളിക്കുകയും പുതിയ ഒരു കമ്മിറ്റിക്ക് ഇന്ന് രൂപം നൽകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ചാലകശക്തി എന്ന് പറയുന്നത് യുവജന സംഘടനയാണ്.
യുവജന സംഘം ശക്തമായ യുവജന സംഘടനകൾ നിലനിൽക്കുമ്പോൾ മാത്രമേ ഒരു പ്രസ്ഥാനത്തിന് അതിന്റെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ രൂപീകരിക്കുന്ന പുതിയ നേതൃത്വം എന്തുകൊണ്ട് നമ്മുടെ പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്നത് യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പാർട്ടി ഏറ്റെടുത്ത പരിപാടികളും യുവജന സംഘടന നമ്മുടെ യുവജനങ്ങളെ ഏറ്റെടുത്ത പരിപാടികളൊക്കെ വളരെ മികച്ച രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രബീഷ് ആദിയൂരിനെ കെ പി മോഹനൻ MLA ചടങ്ങിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ, സംസ്ഥാന കമ്മിറ്റി അംഗം KK ജയപ്രകാശ്, ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്ര കുന്നോത്ത്, യുവജനതകൾ സംസ്ഥാന ട്രഷറർ K സിനി, VP യദുകൃഷ്ണ, കരുവാങ്കണ്ടി ബാലൻ, N ധനഞ്ജയൻ, സുനിൽ പട്ടുവം, K ഇബ്രാഹിം, P ദിനേശൻ, MK രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. VP യദുകൃഷ്ണയെ പ്രസിഡന്റായും, അഡ്വക്കേറ്റ് പോൾ ജോയിസ്, KP ഷിജിന എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, അഡ്വക്കേറ്റ് CK മുഷറഫിനെ ജനറൽ സെക്രട്ടറിയായും, റിജേഷ് കണ്ണൂർ, പ്രകാശൻ K കല്ലേശ്ശേരി എന്നിവരെ സെക്രട്ടറിമാരായും, അക്ഷയ് K തലശ്ശേരിയെ ട്രഷറായുമാണ് തെരഞ്ഞെടുത്തത്. ഇനിയൊരു ഇടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490 233 7707 9895 485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ
8138806188 965-681-3834 859-031-2944. Dentaris Dental Clinic Implant and Orthodontic Speciality Center മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well-equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. പാനൂർ PR ലൈബ്രറിയുടെ സംരംഭമായ ജനസേവന കേന്ദ്രം PR മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ നൌഷദ് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പാനൂർ PR ലൈബ്രറിയുടെ പുതിയ സംരംഭമായാണ് ജനസേവന കേന്ദ്രം PR മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷദ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA, PK പ്രവീൺ, തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്ര മൊകേരി, രവീന്ദ്രൻ കുന്നോത്ത്, KP ശിവപ്രസാദ്, KP യൂസഫ്, PP അബോക്കറാജി, P ദിനേശൻ, കരുവാങ്കണ്ടി ബാലൻ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ CRPF ഇൻസ്പെക്ടർ TM രമേശിന് സ്വീകരണം നൽകി. കണ്ണൂർ CRPF കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് സ്വീകരണം നൽകിയത്.
തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന രമേശിനെ കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും CRPF പെൻഷൻ ഫോറം അംഗങ്ങളും സെൻട്രൽ പാരാമിലിറ്ററി എക്സ് സർവീസ്മെൻ അസോസിയേഷൻ അംഗങ്ങളും ചേർന്നാണ് സ്വീകരിച്ചത്. 1985-ലാണ് CRPFൽ ഇദ്ദേഹം ജോയിൻ ചെയ്തത്. അതിനുശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു. നിലവിൽ 77 ബറ്റാലിയൻ ആൻഡമാനിലെ കമ്പനിയിൽ നിന്നുമാണ് വിരമിച്ച് നാട്ടിലെത്തുന്നത്. സ്വീകരണ പരിപാടിയിൽ കൂട്ടായ്മ രക്ഷാധികാരിയും കേരള വാരിയേഴ്സ് പ്രസിഡന്റുമായ പ്രദീപ് കുമാർ AM, പ്രദീപൻ KK, VR രാജേന്ദ്രൻ നായർ, പെൻഷൻ ഫോറം സെക്രട്ടറി ഗോപിനാഥൻ MK, പ്രേമരാജൻ A എന്നിവർ സംസാരിച്ചു. തുടർന്ന് രമേശൻ TM തന്റെ 41 വർഷത്തെ സേവനത്തിന്റെ ഓർമ്മകളും പങ്കുവച്ചു. ഇത്തരത്തിലൊരു സ്വീകരണം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ നാട്ടുകാർ എല്ലാവരുടെയും വീണ്ടും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. എനിക്ക് ആദ്യമായി പ്രസംഗിച്ചില്ല. പിന്നെ ഞാൻ 1985 CRPF ചേർന്നു. 41 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇൻസ്പെക്ടർ റാങ്ക് വരെ കിട്ടി. പെൻഷനായി വന്നു. ഇനിയും അങ്ങോട്ട് നമ്മുടെ കൂട്ടായ്മയുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും. പെൻഷൻ ഫോമിൽ ഓർഗനൈസറിനും ബാക്കി പേര് ശരിക്കറിയില്ല, അത് പറയുന്നത് അത് അടുത്ത മീറ്റിംഗിൽ പറയാം സാറേ. എല്ലാവരും പേര് പഠിച്ചിട്ട് വന്നിട്ട് ചിറക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1975-76 വർഷത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 50ാം വാർഷിക ആഘോഷം സമുചിതമായി ആഘോഷിച്ചു. അധ്യാപകൻ PN നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. 1975-76 വർഷത്തിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ ചിറക്കരയിലെ വിദ്യാർത്ഥികൾ ചിറക്കര സ്കൂളിൽ വീണ്ടും ഒത്തുകൂടി 50ാം വാർഷികാഘോഷം സമുചിതമായി ആഘോഷിക്കുകയും ചെയ്തു. റിട്ടയർഡ് അധ്യാപകൻ PN നാരായണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പത്മിനി ടീച്ചർ, പത്മാവതി ടീച്ചർ, പത്മനാഭ മാസ്റ്റർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. KP സുഗതകുമാരി സ്വാഗതവും സുധാകരൻ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും പങ്കെടുത്തവരുടെയും വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. ചെറിയ പെൺകുട്ടി ശരിക്കും ചെറുപ്പക്കാരിയായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞത് ആ കുട്ടിയെയും ഞാൻ മനസ്സിൽ കണ്ടു. അപ്പോൾ ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്കെല്ലാം ടീച്ചറുടെ മുഖം ഓർമ്മ വരുന്നുണ്ടാവും. ആ കാലത്ത് ഉണ്ടായിരുന്ന ടീച്ചറാണ്. ആ ടീച്ചറാണ് ആ ഇത് പഠിപ്പിച്ചു തന്നത്, ആ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഇവിടെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ചെറിയ പ്രായമായി വന്നപാട് ക്ലാസ്സിൽ നിന്ന് ബോയ്സ് ചോദിച്ചത് ബസ് ഷെൽട്ടർ ഒന്ന് മാറിപ്പോയതാണോ? അത് ഞാൻ വല്ലാണ്ട് ഭയന്നുപോയി. പത്മാവതി ടീച്ചറും സുശീല ടീച്ചറും CV മുന്നിലിരുന്ന് പഠിച്ചവരൊന്നും എന്നെ ഓർക്കാറില്ല. കുരുത്തം കെട്ടവന്മാർ, അതിൻ്റെ അർത്ഥം മാത്രമേ പറയുള്ളൂ. കുരുത്തം കെട്ടവന്മാർ എപ്പോഴെല്ലാം കാണാൻ വരാറുണ്ട് എന്നാണ് വിജയമാഷ് പറഞ്ഞു വെച്ചത്. അവിടെ കുരുത്തം കെട്ട നല്ല അനുഭവമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ വിചാരിക്കുന്നത് വിശിഷ്ട വ്യക്തികളായി 2 വ്യക്തിത്വങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. ഒന്ന് പക്ഷേ ഭാര്യയാണ്. മേനപ്രം കീഴ്മാടം നാവള്ളൂർ മുസ്ലിം LPU സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 3 സംഘടിപ്പിച്ചു. ചൊക്ലി SI R രാകേഷ് കിക്ക് ഓഫ് ചെയ്ത് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ ഇത് കാണാൻ പറ്റുന്ന വളരെ ചുരുക്കമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ എന്താ പറയുക പുറത്തൊക്കെ ലഹരി കെട്ടിയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ നമ്മുടെ ഒരു മനുഷ്യ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു നല്ലൊരു ആരോഗ്യമുള്ള ശരീരമാണ്. അപ്പം അതിൽ ഏറ്റവും നല്ലൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഒരു കായിക വിനോദത്തിൽ ഏർപ്പെട്ട് അതിനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഞാനൊരു സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്നു. അത്യാവശ്യം ഫുട്ബോൾ കളിക്കുമായിരുന്നു, ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു, എല്ലാ ഗെയിംസും ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കായികത്തിൽ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുന്നത് എൻ്റെ ഫിസിക്കൽ എക്സാം. അതായത് ഞങ്ങളുടെ ലിസ്റ്റിൽ ഫിസിക്കൽ റിട്ടേൺ എക്സാം കഴിഞ്ഞു. അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി വിളിക്കുന്ന 1000 പേരാണ്. ഈ 1000 പേരിൽ ഫിസിക്കൽ എക്സാം പാസ് എനിക്ക് ഏകദേശം 300 ആളുകൾ മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളൊരു പാസ്സാകാത്തൊരു കാരണം അവർക്കൊരു എന്താ പറയുക, വലിയ ഇവൻ്റൊന്നുമില്ല. ഒരു 100 മീറ്റർ ഓട്ടം, അല്ലെങ്കിൽ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അങ്ങനെ 8 ഐറ്റം ഉണ്ട്. അതിൽ 5 ഐറ്റം പാസ്സാകാൻ പറ്റും. അതിന് വലിയ
ഒരുപാട് കഷ്ടപ്പെടുന്ന ആവശ്യമൊന്നുമില്ല. ഞാൻ ആ ടൈമിലൊക്കെ സ്ഥിരം ഫുട്ബോൾ കളിക്കാൻ പോകുന്നതാണ്. അപ്പൊ എനിക്ക് ഞാനൊരു പ്രാക്ടീസ് ചെയ്യാം. മഹല്ല് സെക്രട്ടറി മൊട്ടത്ത് ഹമീദ് ഹാജി അധ്യക്ഷനായി. സംഘാടക സമിതി ട്രഷറർ കുറുങ്ങോട്ട് നസീബ് മാസ്റ്റർ സ്വാഗതവും MT മുഹമ്മദ് മാസ്റ്റർ MK മുസ്തഫ എന്നിവർ ആശംസകളും നേർന്നു. സംഘാടക സമിതി ചെയർമാൻ KTK നസീർ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ S അക്കാദമിയിൽ പഠിക്കുന്ന മുഹമ്മദ് ഹാദി, നജ ഫാത്തിമ, നാഫിദ്, ഹിബ അബ്ദുൽ നസീർ, മുഹമ്മദ് ഷാമിൽ, പ്രബുൽ രാജ്, ആഷിഖ് എന്നീ കുട്ടികളെ ആദരിച്ചു. സബ് ജൂനിയർ, ജൂനിയർ കാറ്റഗറിയിലാണ് മത്സരം നടന്നത്. സബ് ജൂനിയർ വിഭാഗത്തിൽ ടീം അയൻ നാവള്ളൂർ വിന്നേഴ്സായി. ജൂനിയർ വിഭാഗത്തിൽ ഹലാം മദ്രിദ് വിന്നേഴ്സായി. O മുസ്തഫ, ബഷീർ അൽമനാർ, റഷീദ് മാസ്റ്റർ, O മജീദ്, PB യൂസഫ്, PTK ഷബീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പൂനെയിൽ നടന്ന നാഷണൽ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയ കേരള ടീമിൽ അംഗമായ കടവത്തൂരിലെ അബ്ദുള്ള നിഹാലിന് സ്വീകരണം നൽകി. കായിക കേരളത്തിന്റെ അഭിമാനമായി മാറിയ കടവത്തൂരിലെ അബ്ദുള്ള നിഹാലിനെ കടവത്തൂർ പുഞ്ചിരി കലാകായിക വേദിയുടെ നേതൃത്വത്തിലാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. പൂനെയിൽ നടന്ന നാഷണൽ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയ കേരള ടീമിലെ കരുത്തുറ്റ സാന്നിധ്യമായിരുന്നു അബ്ദുള്ള നിഹാൽ. പുഞ്ചിരി പ്രസിഡന്റ് സജീവൻ എടവന, സ്പോർട്സ് കൺവീനർ അജ്മൽ, അശ്വിൻ അഖിലേഷ്, രതിലേഷ്, രാജേഷ്, സുന്ദരൻ, സജീഷ്, അനീഷ്, പുഞ്ചിരി യൂത്ത് വിംഗ് ഭാരവാഹികളായ ഹംദാൻ, അഭിരൂപ്, ജീവ, സജീവ്, ശ്രീനാഥ്, നഹദിൽ, റിഷാൻ, വിനായക് തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. വീണ്ടും ഒരിടവേള. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, ലീഡിംഗ് CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം.
കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. മിണ്ടിയും നാട്ടുവർത്തമാനം പറഞ്ഞും പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ വയോജനവേദി ഒരുക്കിയ ആഴ്ചയിൽ ഒരു നാട്ടുവർത്തമാനം തുടർച്ചയായി 80 ആഴ്ച പിന്നിട്ടു. ആഘോഷ പരിപാടിയിൽ PK വിജയൻ മുഖ്യാതിഥിയായി. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല വയോജനവേദിയുടെ നേതൃത്വത്തിൽ മിണ്ടിയും നാട്ടുവർത്തമാനം പറഞ്ഞും ഒരു ദിനം. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ 80ാമത്തെ ആഴ്ചയിലെ നാട്ടുവർത്തമാനത്തിൽ മുഖ്യാതിഥിയായി. ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലാകെ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് മുതിർന്ന പൗരന്മാരുടെ ഒരു ഹാപ്പിനെസ് ഹോം, സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വീട്. എന്തെല്ലാം ആ സന്തോഷം ഉണ്ടാക്കുന്നതിന് എന്തെല്ലാം വേണം? അതിപ്പം നമ്മൾ അവിടെ ആലോചിച്ച് തിരുവനന്തപുരത്ത് ആലോചിച്ചത് ഒരു താലൂക്കിൽ ഒന്നെങ്കിലും ആദ്യ വർഷം ഒരു താലൂക്കിൽ ഒന്നും പോരാ. ഇപ്പൊ ഞാൻ വരുന്ന തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ അവിടെ MLA MP ഗോവിന്ദ മാഷ് ഒരു കൊല്ലം മുമ്പേ അവിടെ 198 ലൈബ്രറി മാഷ മണ്ഡലത്തിൽ ഏറ്റവും കേരളത്തിൽ അവിടെയാണ് തളിപ്പറമ്പ് നിയോജക മാഷന്നിട്ട് ഇങ്ങനെ ഒരു ആശയം വെച്ചു. മുതിർന്ന പൗരന്മാരുടെ ഉല്ലാസ കേന്ദ്രമായി ഗ്രന്ഥാലയത്തെ മാറ്റണം. മാഷ് ഈ ആശയം അങ്ങനെയാണ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റെല്ലാം സംസാരിക്കുന്നതും. ഏതായാലും ഈ 2026-27 വർഷത്തിൽ ഒരു താലൂക്കിൽ ഒന്നെങ്കിലും മുതിർന്ന പൗരന്മാരുടെ ഉല്ലാസ കേന്ദ്രം ഉണ്ടാക്കണമെന്ന് ധാരണയായി. വായനശാല ഭാരവാഹികൾ പുസ്തകവും പേനയും നൽകി മുഖ്യാതിഥികളെ സ്വീകരിച്ചു. പ്രസിഡന്റ് KP രാമകൃഷ്ണൻ അധ്യക്ഷനായി. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V പ്രദീപൻ, വായനശാല സെക്രട്ടറി KK സജൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വയോജനങ്ങളായ നമ്മളെല്ലാ പരിപാടികളും എല്ലാ പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും എല്ലാ പരിപാടികളും നടത്തുന്നുണ്ട്. പിന്നെ ലൈബ്രറി ഞാൻ എടുക്കും, വായിക്കാൻ വീട്ടിൽ കൊണ്ടുപോകും. മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു നല്ല സന്തോഷമാണല്ലേ. ഒരു ഉത്സാഹമുണ്ട്. പിന്നെ സ്കൂൾ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിനെ കിട്ടിയതുപോലെ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടായി. ദിവസം വളരെ ഹാപ്പിയാണ്. എന്ത് തിരക്കിട്ടാണ് ഞാൻ വരുന്നത്. കാലിന് വേറെ എന്തെങ്കിലും പല വണ്ടിയിലെങ്കിലും വരും. എനിക്കത് ഇഷ്ടമാണ്. കുറെ കാലം 2-3 മാസം എൻ്റെ മോൻ കിടപ്പിലായതുകൊണ്ട് വന്നിട്ടില്ല. നല്ലപോലെ വായിക്കും ഞാൻ. സന്തോഷം ഇവിടെ വരുന്നത് അവിടെ ഇരുന്നാൽ നേരവും കൂടും ആളെയും കാണാം. ഇത് മനസ്സിനൊരു സമാധാനം. എല്ലാ ടൂറിനും പോക്കുണ്ട്. ഇതുപോലെയുള്ള വയോജന പരിപാടിയും മറ്റു പല പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുന്നതിന് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. അതിനടുത്തിട്ട് പാർപ്പുറത്തിന്റെ പരിപാടിയുണ്ട്, ആടെയും പോകും. അവർ ചോദിച്ചത് പ്രായമുള്ളവരുടെ കൂട്ടായ്മ പങ്കെടുക്കുക. മാനസികമായ ഉല്ലാസമുണ്ട്. അത്യാവശ്യം പാട്ടുകൾ പാടിക്കാൻ പുതിയ അതിഥികളെ കാണാനും അവരായിട്ട് സംവദിക്കാനുള്ള വായനശാല കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വന്നതാണ്. എല്ലാ ആഴ്ചയും വരാൻ സമയം കിട്ടാറില്ല. കാരണം അത്യാവശ്യം ജോലി സംബന്ധമായിട്ടൊക്കെ തിരക്കുണ്ടാവുന്നാലും പരമാവധി വരാൻ ശ്രമിക്കാറുണ്ട്. പാനൂർ നഗരസഭ പാലക്കൂൽ അംഗനവാടിയിൽ നിന്നും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സുധ ടീച്ചർക്കുള്ള യാത്രയയപ്പ് പാലക്കൂൽ UP സ്കൂളിൽ നടന്നു. പാനൂർ നഗരസഭാ കൗൺസിലർ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭ പാലക്കൂൽ അംഗനവാടി ടീച്ചർ
സുധയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. ഒരു പ്രൈമറി തലത്തിൽ ഒരു നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ. 31 വർഷം എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാലയളവല്ല. ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ടീച്ചർ ഈ ഒരു നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കുള്ള, നമ്മുടെ നാടിൻ്റെ പിഞ്ചു മക്കളെ അമ്മയായിട്ട്, നമ്മുടെ നാടിൻ്റെ അമ്മയായിട്ട് നേരത്തെ ഈ ഒരു നാട്ടിലെത്തിയ ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ മക്കൾ വരെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത്രയേറെ നിങ്ങൾ ടീച്ചറുമായിട്ട് ആത്മബന്ധവും സ്നേഹബന്ധവും ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ നിറഞ്ഞു നിൽക്കുന്ന സദസ്സൊക്കെ. ഇനിയും ഒരുപാട് പേര് നാട്ടിലെ ടീച്ചർ സ്നേഹിക്കുന്നവരൊക്കെ എന്ത് അറിയാം. എങ്കിൽ കൂടി ഇത്രയും മനോഹരമായ ഒരു യാത്രയൊക്കെ ചടങ്ങ് നിങ്ങളൊക്കെ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷം. എങ്കിൽ കൂടി നമുക്കറിയാം ഒരു അംഗനവാടി ടീച്ചർ എന്തൊക്കെയാണ് ഒരു നാടിന്, അല്ലെങ്കിൽ ആ നാടിന്റെ ഏതൊക്കെ മേഖലകളിലാണ് ടീച്ചറുടെ പ്രവർത്തനം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമ്മുടെ സമൂഹത്തിലെ ഏത് ജനവിഭാഗങ്ങളെയും, അത് ചെറിയ കുട്ടികളായാലും പ്രായമായവരായാലും എല്ലാവരിലേക്കും തന്റെ പ്രവർത്തനം എത്തിക്കുന്ന പാനൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഹൈൽ മേക്കുന്ന് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ അൻസത്തി മീത്തൽ സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ AK ഷീന, കൗൺസിലർമാരായ ശൈലജ മടപ്പുര, P സുരേന്ദ്രൻ, പാനൂർ നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TD രാജൻ മാസ്റ്റർ, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഇബ്രാഹിം ഹാജി, KP ചന്ദ്രമാസ്റ്റർ, P പ്രമോദ്, TH നാടുമാസ്റ്റർ, പാലക്കുൽ UP സ്കൂൾ പ്രധാനാധ്യാപിക ഷീന ടീച്ചർ, സംഘാടന സമിതി കൺവീനർ M രാഗേഷ് എന്നിവർ സംസാരിച്ചു. സുധ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. പാനൂർ ന്യൂ ശശീന്ദ്ര ജ്വല്ലറിയിൽ മിറർ ഡയമണ്ട് പ്രദർശനത്തിന്റെയും വിൽപ്പനയുടെയും ഭാഗമായി നടത്തിയ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് വിജയിക്ക് സമ്മാനമായ ഡയമണ്ട് റിംഗ് കൈമാറി. നഗരസഭാ അധ്യക്ഷ കൂടത്തിൽ നൌഷത്ത് ടീച്ചറാണ് സമ്മാനം നൽകിയത്. സമ്മാനമായ ഡയമണ്ട് റിംഗിന് വെള്ളിയായിലെ PS അതുലാണ് അർഹനായത്. അതുലിന്റെ അമ്മ ഷീന ഡയമണ്ട് റിംഗ് ഏറ്റുവാങ്ങി. സ്വർണ്ണാഭരണ വ്യാപാര വിപണന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട വിശ്വസ്ത പാരമ്പര്യമുള്ള ന്യൂ ശശീന്ദ്ര ജ്വല്ലറിയുടെ മിറർ ഡയമണ്ട്സ് പ്രദർശനത്തിന്റെയും വിൽപ്പനയുടെയും ഭാഗമായാണ് സമ്മാന പദ്ധതി ഒരുക്കിയത്. ഏപ്രിൽ 3 മുതൽ 8 വരെയായിരുന്നു പ്രദർശനം. വ്യാപാര സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റ് പ്രസിഡന്റ് പുരുഷോത്തമനാണ് കഴിഞ്ഞ ദിവസം നറുക്കെടുപ്പ് നടത്തിയത്. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ P ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു സമ്മാന വിതരണം നടന്നത്. 1971 TK ബാലനാണ് ശശീന്ദ്ര ജ്വല്ലറി സ്ഥാപിച്ചത്. അന്നത്തെ MLA KM സൂപ്പിയാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. കലയും സാഹിത്യവും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു AP കുഞ്ഞിക്കണ്ണനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാള കലാഗ്രാമത്തിൽ AP കുഞ്ഞിക്കണ്ണന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കേണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചതാണെന്ന് കൂത്തുപറമ്പ് മണ്ഡലം MLA KP മോഹനൻ. കൂത്തുപറമ്പിൽ ഇക്കുറിയും വിജയം ആവർത്തിക്കുമെന്നും MLA. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിരോധിത പുകയില ഉൽപ്പന്നവേട്ട. 2 മറുനാടൻ തൊഴിലാളികൾ അറസ്റ്റിൽ. നിർത്തലാക്കിയ കാരുണ്യ ലോട്ടറി പുനഃസ്ഥാപിക്കണമെന്ന് പൊതുപ്രവർത്തകൻ രഘുനാഥ്. ലോട്ടറി നിർത്തലാക്കിയതോടെ സാധാരണക്കാർക്ക് ലഭ്യമായിരുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾ കിട്ടാതായെന്നും രഘുനാഥ്. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.